ഈ പർപ്പിൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. അത് പർപ്പിൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് പല്ല് വൈറ്റ് ആവുന്നു എന്നുള്ള ഒരുപാട് പ്രൊമോഷൻസ് അതിന്റെ വരുന്നുണ്ട്. ഞാൻ പെർട്ടിക്കുലർലി ഒരു കമ്പനീനെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ പറയുന്നത്. മെനി പ്രൊവൈഡേഴ്സ് ഹു ഗിവ് പർപ്പിൾ ടൂത്ത് പേസ്റ്റ്, പർപ്പിൾ ലോഷൻസ്, ഇതൊക്കെ പെട്ടെന്ന് പല്ല് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. അവർ തന്നെ പറയുന്നുണ്ട് അത് കളർ തിയറിയാണ്. ബേസിക്കലി പർപ്പിൾ കളർ ചെല്ലുമ്പോൾ യെല്ലോനെ ന്യൂട്രലൈസ് ചെയ്ത് ഇറ്റ് ലുക്സ് വൈറ്റ്. അതാണ് അതിലെ കോൺസെപ്റ്റ് ഓഫ് പർപ്പിൾ ടൂത്ത് പേസ്റ്റ്. അതുകൊണ്ട് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈറ്റ് കളർ കിട്ടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ നമുക്ക് തരുന്നത്. റീസെന്റ് എന്റെ തന്നെ റിലേറ്റീവ് എന്നെ വിളിച്ച് ഭയങ്കര ഡിസ്ട്രസ്സിൽ ചോദിച്ചു, ചേട്ടാ ഞാൻ 2-3 ദിവസമായി ഉപയോഗിക്കണം, എന്റെ വായ നിറച്ചും ഭയങ്കരമായിട്ട് തൊലി പോകുന്നുണ്ടെന്ന് പറയുന്നു. സി ഐ എം നോട്ട് ഫോക്കസിങ് ഓൺ എനി പെർട്ടിക്കുലർ കമ്പനി ഓർ എനിത്തിങ്, ബട്ട് ഐ വുഡ് സേ ലൈക്ക് പല കോമ്പണൻസ് ഇൻസൈഡ് ദാറ്റ് എനി പേസ്റ്റ് ക്യാൻ ക്രിയേറ്റ് ഒരു അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കാം. അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് FSSAI റെഗുലേഷൻസിൽ കൂടെ പോകുന്ന എല്ലാ ടൂത്ത് പേസ്റ്റുകൾക്കും അങ്ങനെ അലർജൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ I've seen few cases where people have this issue of getting small allergic reactions. അങ്ങനത്തെ പർപ്പിൾ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റെഗുലേഷൻസിൽ കൂടെ പോകുന്ന ഒരു കമ്പനീനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് ആർക്കും കിട്ടുന്നില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് തേക്കുമ്പോൾ പല്ല് വൈറ്റ് ആയിട്ടിരിക്കുന്നു, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് ഓക്കെ ആണെന്നുള്ള ആളുകൾ മാത്രം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ പ്രൊഫഷണലി വൈറ്റനിങ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അപ്പിയറൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.